അപ്പോൾ നമ്മളൊരു കണക്കപ്പിള്ളയിൽ നിന്ന് ഒരു സംരംഭകനായി മാറുന്നു അല്ലേ? നമ്മൾ ആ റോള് ടോട്ടലി ചേഞ്ച് ചെയ്യുകയാണ്, നമ്മുടെ കുപ്പായമേ മാറുകയാണ്. എന്താണ് ആ ഒരു സ്റ്റോറി? അപ്പോൾ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പാലക്കാട് പോലെ ഒരു ടൗണിൽ നിന്ന് തുടങ്ങി പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കേരളത്തിൽ വളരെ റയറായിട്ടേ ഉള്ളൂ. അതിലൊന്നാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രൈഡായിട്ട്. അപ്പോൾ ആ സൊല്യൂഷൻ ആവശ്യമുണ്ട്, അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെന്നുള്ള ആ ഒരു കണ്ടെത്തലിലായിരുന്നു ഈ ഒരു ബിസിനസിന്റെ ജനനം. ബിസ്പോളിൻ്റെ ടാഗ് ലൈൻ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട്, റൺ, ഗ്രോ യുവർ ബിസിനസ് വിത്ത് ബിസ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ആ 3 സ്റ്റാർട്ട്, റൺ, ഗ്രോ ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ 3 പില്ലേഴ്സായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആരാണെന്ന് മനസ്സിലായല്ലോ. ഹീസ് CA ശ്രീനിവാസ് K, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ബിസ്പോൾ ബിസിനസ് സൊല്യൂഷൻസ്. നമ്മൾ സാധാരണ CAക്കാരെ കണക്കപ്പിള്ളമാരെന്ന് പറയും. ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു ഓൾഡ് വേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രസൻറ്റേഷനിൽ ഒരു കണക്ക് പുസ്തകം കണ്ടിരുന്നു. അപ്പോൾ ഈ കണക്ക് പുസ്തകത്തിൽ നിന്ന് ബിസ്പോൾ ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ബിസിനസ്സുകാർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ സൊല്യൂഷൻസ് കൊടുക്കാനുള്ള, അപ്പോൾ അവരുടെ ആവശ്യം കണ്ടെത്തി തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ജനനം? ബിസ്പോളിൻ്റെ ഒരു ജനനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കേരളത്തിലെ ഏത് മിഡിൽ ക്ലാസ് പയ്യന്മാരെയും പോലെ നമ്മളൊരു സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ ചെറിയ സൈഡ് ഹസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഒരു ബോട്ട് ബിസിനസ് അല്ലെങ്കിൽ സ്പൈസസ് റീപാക്കിംഗ് പോലെയുള്ള സൈഡ് ഹസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം CA പഠനം തുടങ്ങി. ആ കാലത്തും അതുപോലെ തന്നെ CA പാസ്സായ ശേഷം പ്രാക്ടീസ് തുടങ്ങി. ഈ സമയത്തെല്ലാം ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് SME ഓണേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം എൻ്റെ ഉള്ളിൽ ഉടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 5 crores ക്യാപിറ്റൽ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും അതേപോലെ തന്നെ 50 lakhs ക്യാപിറ്റൽ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്കും 5 lakhs ക്യാപിറ്റൽ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്കും 90% ഓഫ് രജിസ്ട്രേഷൻസ്, ലീഗൽ കംപ്ലൈൻസസ്, അക്കൗണ്ടിങ് ഓർ ഓഡിറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്കും ഇവർക്ക് മൾട്ടിപ്പിൾ പ്രൊഫഷണൽസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ലൈക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ഡിപ്പെൻഡ് ചെയ്യണം, ഒരു ടാക്സേഷൻ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്കിൻ്റെ ആവശ്യത്തിന് ഒരു ലോയറെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 5 crores ക്യാപിറ്റലൊക്കെ വെച്ച് തുടങ്ങുന്ന ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഓക്കെയാണ്. അവർക്ക് ആവശ്യത്തിനുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ടീംസ് ഉണ്ടാവും. പക്ഷേ ഒറ്റയ്ക്ക് ഒരു 5 lakhs or 10 lakhs or 25 lakhs ക്യാപിറ്റൽ വെച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട്സ് ടീം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ റിസോഴ്സിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെ ഉടക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഇതിനെ എങ്ങനെ ഡെമോക്രറ്റൈസ് ചെയ്യാം, എല്ലാ സർവീസസും അണ്ടർ വൺ റൂഫ് കൊണ്ടുവന്ന് അതിനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കിക്കൊണ്ട് സ്മോൾ ബിസിനസ് ഓണേഴ്സിന് എങ്ങനെ കൂടുതൽ ഇതിലോട്ട് ആക്സസിബിലിറ്റി കൊടുക്കാം, അഫോർഡബിൾ ആക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരുന്നു. CA പ്രാക്ടീസ് അതിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിന് വലിയ സീരിയസ്നെസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോവിഡ് ടൈമിലായിരുന്നു, നമുക്ക് ഒരുപാട് ടൈം കിട്ടിയല്ലോ, ഒഴിവുകൾ കിട്ടിയപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് വീണ്ടും നമ്മൾ കുടഞ്ഞെടുത്തു. അങ്ങനെയാണ് ബിസ്പോൾ എന്നുള്ളൊരു സ്ഥാപനം. അപ്പോൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വെച്ചത് എല്ലാ സർവീസസും, ഒരു സ്മോൾ ബിസിനസ് ഓണർക്ക് വേണ്ട എല്ലാ സർവീസസും അണ്ടർ വൺ റൂഫ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മോഡലിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ വരുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആശയത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ബിസ്പോൾ. ദാറ്റ്സ് എ നൈസ് ഐഡിയ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തായിരുന്നു ആ ബിസിനസ് ഐഡിയ, എങ്ങനെയാണോ ജനിച്ചതെന്ന്. അപ്പോൾ നമുക്കറിയാം വലിയ വലിയ ബിസിനസ്സുകാർക്ക് അവർക്ക് അക്കൗണ്ടിങ് ടീം ഉണ്ടാകും, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പക്ഷേ ഈ പാലക്കാട് നിന്നുള്ള ഈ യുവാവ് ഇങ്ങനെ നോക്കിയപ്പം ഈ 5 ലക്ഷം രൂപയ്ക്കൊക്കെ ബിസിനസ് ചെയ്യുന്ന സാധാരണക്കാരായ കുഞ്ഞു ബിസിനസ്സുകാർ, ആ SME സെക്ടറിലുള്ള ആ ബിസിനസ്സുകാർക്ക് പല കാര്യങ്ങളിലും സഹായം ആവശ്യമുണ്ട്, അവർക്ക് സൊല്യൂഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ ആവശ്യമുണ്ട്, അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെന്നുള്ള ആ ഒരു കണ്ടെത്തലിലായിരുന്നു ഈ ഒരു ബിസിനസ്സിൻ്റെ ജനനം. അപ്പം നിങ്ങൾക്കും ഇപ്പോഴും മനസ്സിൽ പലപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും
ഡിമാൻഡ് ഉള്ളതെന്ന് കണ്ടെത്താം. ഒരു ബിസിനസിന്റെ ജനനവും എങ്ങനെയാണോ ഒരു കൂട്ടം ആൾക്കാരുടെ ആവശ്യം ഒരു ബിസിനസ്സിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളൊരു കണക്കപ്പിള്ളയിൽ നിന്ന് ഒരു സംരംഭകനായി മാറുന്നു അല്ലേ? നമ്മൾ ആ റോള് ടോട്ടലി ചേഞ്ച് ചെയ്യുകയാണ്, നമ്മുടെ കുപ്പായമേ മാറുകയാണ്. എന്താണ് ആ ഒരു സ്റ്റോറി? ചെറുതായിട്ട് പറയോ? ഞാൻ CA പാസ്സായി ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവുന്നത് ഏതാണ്ട് ഒരു 23-24 വയസ്സ് കാലഘട്ടങ്ങളിലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1-2 വർഷങ്ങൾ എന്ന് പറയുന്നത്, ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1-2 വർഷങ്ങൾ പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് ആണ്. ഇങ്ങനൊരു CAയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിട്ട് വന്നതല്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമുള്ള 1-2 വർഷം കഴിഞ്ഞ ശേഷമുള്ള ടൈമെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. ഇപ്പോൾ നമ്മൾ ബിസ്പോൾ തുടങ്ങിയിട്ടൊരു 6 വർഷം കഴിഞ്ഞു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു, നമുക്ക് ആ സമയത്ത് വർക്ക് ലോഡിൻ്റെ സ്ട്രെസ്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു CA ആയിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അതേസമയം ഒരു ഓൺട്രപ്രണറുടെ ലൈഫ് എന്ന് പറയുന്നത് ആസ് യു നോ ഒരു റോളർ കോസ്റ്റർ ടൈപ്പ് ഓഫ് ലൈഫാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റേതായിട്ടുള്ള എല്ലാ സ്ട്രഗിൾസും ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഏറെ പ്രൈഡാണ്. കാരണം ഞങ്ങൾ 2 പേരിൽ നിന്ന് തുടങ്ങിയ ബിസ്പോൾ 2020 കോവിഡ് ശേഷം ഞങ്ങൾ 2 പേരായിട്ട് തുടങ്ങിയ, ഞാനും അഖിലും ചേർന്ന് തുടങ്ങിയ ബിസ്പോൾ ഇന്ന് ഏതാണ്ട് 300ഓളം ആൾക്കാരുള്ളൊരു സ്ഥാപനമാണ്. നമുക്ക് അക്രോസ് പാൻ ഇന്ത്യൻ പ്രസൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പാലക്കാട് പോലെ ഒരു ടൗണിൽ നിന്ന് തുടങ്ങി പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കേരളത്തിൽ വളരെ റെയറായിട്ടേ ഉള്ളൂ. അതിലൊന്നാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രൈഡായിട്ട് തീർച്ചയായിട്ടും തോന്നുന്നു. ഒപ്പം തന്നെ ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറേ കുറവുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്. അതെല്ലാം മാറ്റാനും ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള വർക്കിങ്ങിലാണ്. സ്റ്റിൽ വളരെ കംഫർട്ടബിൾ ലൈഫിൽ നിന്ന് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഇതിലോട്ട് വന്നെങ്കിലും എവറി മൊമെൻറ്റ് വി ആർ എൻജോയിങ് ഇറ്റ്. ഓക്കെ, വെരി ഇൻസ്പയറിങ്. അഖിൽ എവിടെ? അഖിൽ ഒന്ന് കൈവക്കി കാണിച്ചേ. അപ്പോൾ കൺഗ്രാറ്റ്സ് കേട്ടോ. അപ്പോൾ ഈ ഓരോ ഫ്രണ്ട്ഷിപ്പും ഇതേപോലെ ഓരോ ബിസിനസ്സിലേക്ക് ടേൺ ചെയ്യുമ്പം എങ്ങനെയാണത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾ രണ്ടുപേരും എക്സാമ്പിളാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഈ കുഞ്ഞു ബിസിനസ്സുകാർക്കൊക്കെ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്? ബിസ്പോളിൻ്റെ ടാഗ് ലൈൻ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട്, റൺ, ഗ്രോ യുവർ ബിസിനസ് വിത്ത് ബിസ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ആ 3 സ്റ്റാർട്ട്, റൺ, ഗ്രോ ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ 3 പില്ലേഴ്സായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ടൈമിലുള്ള രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ ആവാം, GST ആവാം, ട്രേഡ് മാർക്കും, അങ്ങനെയുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സേവനങ്ങളും ബിസ്പോളിൽ നൽകുന്നുണ്ട്. അതിനുശേഷമുള്ള സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റൺ യുവർ ബിസിനസ്, മാനേജ് യുവർ ബിസിനസ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. അതിന് ആവശ്യമുള്ള നമ്മളെ അക്കൗണ്ടിങ് സർവീസസ്, ഓഡിറ്റിംഗ് സർവീസസ്, ഞങ്ങൾക്ക് ബിസ്പോൾ ബുക്സ് എന്നുള്ളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സേവനങ്ങളും അതിൽ ഉണ്ട്. പിന്നെ ഒരു തേർഡ് പില്ലർ എന്ന് പറയുന്നത് ഗ്രോ യുവർ ബിസിനസ് എന്നുള്ള ഒരു പർട്ടിക്കുലറാണ്. അതിലിപ്പോൾ ഞങ്ങൾ ആസ് ഓഫ് നോ ഒരു സർവീസസും ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംരംഭകരെ സഹായിക്കുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും മാനേജ് ചെയ്യാനുമാണ്. ഇനി ഞങ്ങൾ കുറച്ചും കൂടി ആപ്റ്റ് അല്ലെങ്കിൽ ഗ്രോ ചെയ്തു എന്ന് തോന്നുന്ന ഒരു സമയത്ത് വി വിൽ ലോഞ്ച് ദാറ്റ് പില്ലർ ഓൾസോ, ലൈക്ക് ഫണ്ടിങ്, ഒരു ബിസിനസ് ആക്സലറേഷൻ സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വി വിൽ എൻ്റർ. സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും റൺ ചെയ്യാനും ഉള്ള നോൺ കോർ ആയിട്ടുള്ള ബട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സർവീസസും വി ആർ പ്രൊവൈഡിങ്. ഇപ്പോൾ നമ്മൾ ബിസിനസ് ഒരു റോളർ കോസ്റ്റർ റൈഡ് ആണെന്ന് പറഞ്ഞല്ലോ, ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് ഓണർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇലോൺ മസ്കും മുകേഷ് അംബാനിയും അതേ ഗൗതം അദാനിയൊക്കെ പോലെ ഏറ്റവും ഫ്ലറിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുമ്പോൾ കുറേ ചാലഞ്ചസ് ഉണ്ടാവില്ലേ? നമ്മൾ വീണ്ടും എഴുന്നേറ്റും ആണല്ലോ ഈ വളരുന്നത്. ആ ചലഞ്ചസ് ഒന്ന് പറയുമോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ പെക്യുലർ ആയിട്ടുള്ള ചാലഞ്ച് എന്ന് പറയുന്നത്, ഞങ്ങളുടെ ബിസിനസ്സിൽ ഹാഫ് ഓഫ് ദ ആക്ടിവിറ്റിയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ബാക്കി ഹാഫ് ഓഫ് ദ ആക്ടിവിറ്റി ഗവൺമെൻറ് സൈഡിലാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി ഫയലിംഗ് ആണ്, ഞങ്ങളതെല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗവൺമെൻറ് സൈഡിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഇപ്പോൾ ഇൻകം ടാക്സ് സൈറ്റ് അല്ലെങ്കിൽ GST സൈറ്റൊക്കെ പണിമുടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഇൻകം ടാക്സ് സൈറ്റോ അല്ലെങ്കിൽ GST സൈറ്റൊക്കെ പണിമുടക്കുമ്പോൾ പൊതുജനങ്ങളും അത് അറിയും, അവരും അവെയറായിരിക്കും. പക്ഷേ ROC സൈറ്റ്, അത് കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുന്ന, കമ്പനിയുടെ ഫയലിംഗ് ചെയ്യുന്ന ROC സൈറ്റ്, അതിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പണിമുടക്കില്ല. അവിടെ എന്തോ ഒരു അപകടം, അവരുടെ CRCയിൽ എന്തോ ഒരു അപകടം സംഭവിച്ചു. സോ അതൊരു പണിമുടക്കിൽ കിടക്കുന്ന സംഭവം. അതേപോലെ തന്നെ പണ്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒരു 6 മാസം തൊട്ട് 12 മാസത്തിനുള്ളിൽ കിട്ടിയിരുന്ന ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇന്ന് ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ തൊട്ട് 3 വർഷത്തിനുള്ളിൽ സമയം എടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2015-16 കാലഘട്ടത്തിലൊക്കെ
ഇന്ത്യയിൽ മൊത്തം ഒരു വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന ട്രേഡ് മാർക്ക് നിയർലി 40,000 ഒക്കെയാണ്. അതേ സാധനം ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് നിയർലി 3 lakh ഒക്കെയാണ്. 3 lakh ട്രേഡ് മാർക്സോ 4 lakh ട്രേഡ് മാർക്സോ എല്ലാ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമോ അല്ലെങ്കിൽ അവിടെ മാൻ പവർ ഒന്നും എന്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ ചലഞ്ചാണ്. കാരണം ഞങ്ങളെ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് തരുന്നൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു പരിധിയിൽ കൂടുതൽ അവരുടെ അടുത്ത് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലൈൻ്റായി മാറും. അവരത് കംപ്ലൈൻറ്റ് പറയും. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ഈ പറഞ്ഞ പോലെ ഒരു രജിസ്ട്രേഷൻ കിട്ടിയിട്ട് വേണം അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അവരുടെ ഡ്രീം എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചാലഞ്ചായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സുകാരും ഞാൻ പരിചയപ്പെടുന്ന ഞാൻ സംസാരിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ലൈക്ക് മാൻ പവർ മാനേജ്മെൻറ്റ് തന്നെയാണ്. കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ദുബായിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ യൂറോപ്പിനെയും പേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു 1-2 വർഷം എക്സ്പീരിയൻസ് ആയാൽ നമ്മുടെ പിള്ളേരെല്ലാവരും കുറേ പേര് അങ്ങോട്ട് ചാടുന്നുണ്ട്. അപ്പോൾ ആ മാൻ പവർ മാനേജ്മെൻറ്റും ഒരു വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെയുള്ളൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പകുതി ഗവൺമെൻറ് ഡിപ്പെൻഡൻസി ഉള്ള സർവീസുകളായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോസസ്സ് സെറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സിന് പെക്യുലർ ആയിട്ടുള്ളൊരു ചാലഞ്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസിയാണ്, ഗവൺമെൻറ് സൈഡിലുള്ള ഡിപ്പെൻഡൻസിയാണ്. ഒരു 100% അഷുറൻസ് ഞങ്ങൾക്ക് ഒരിക്കലും ക്ലയൻസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം പറയുന്നത് ഒരു മാൻ പവർ മാനേജ്മെൻ്റ് തന്നെയാണ്. ഇന്നത്തെ ഒരു പുതിയ തലമുറ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ ദേ വാണ്ട് ടു എന്താ പറയുക പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം. ഒപ്പം ദുബായും യൂറോപ്പും വലിയൊരു റിസ്ക്കാണ്. ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ റിസ്ക്കാണ്. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ടൊരു ചാലഞ്ചായിട്ട് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. ശ്രീനിവാസ് പറഞ്ഞത് ശരിയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളതും ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ളൊരു ചാലഞ്ചാണത്. അതായത് നമ്മുടെ ഈ പൂക്കി പിള്ളേരൊക്കെ അവർക്ക് വൈബാണ് ഏറ്റവും പ്രധാനം. വർക്ക് ലൈഫ് ബാലൻസ് അവർക്ക് ഒരുപാട് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സൈക്കോളജി അവരുടെ ഇമോഷൻ കൃത്യമായി പഠിച്ച് അവരെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് പണി ചെയ്യാനായിട്ട് ആളിനെ കിട്ടാത്ത ഒരവസ്ഥ വരും. ദാറ്റ്സ് വെരി റൈറ്റ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം അല്ലെ നമ്മുടെ ലാസ്റ്റ് ചോദ്യം. അന്ന് നമ്മൾ സർവീസ് പറഞ്ഞു, പ്രോഡക്ട്സ് എന്താണെന്ന് കൂടെ പറയണം. ഒപ്പം തന്നെ നമ്മൾ പലപ്പോഴും പല ബിസിനസ്സും ആരംഭിക്കുമ്പം ആ സമയത്ത് എന്താണോ അതിനനുസരിച്ചായിരിക്കും ബിസിനസ് ആരംഭിക്കുന്നത്. ഞാനിങ്ങനെ US ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണുമ്പം അവരിങ്ങനെ 2050 അത് കഴിഞ്ഞ് പിന്നെയും 50 years കഴിയുമ്പം എത്ര വാഹനങ്ങൾ അതിൽ കൂടെ കടന്നു പോകും, എത്ര ടൺ ഭാരം കടന്നു പോകും, ഇതൊക്കെ നേരത്തെ തന്നെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസ്പോളിനും ചിലപ്പോൾ അങ്ങനെ ഒരു വിഷൻ കാണുമല്ലോ. പലപ്പോഴും നമ്മുടെ ബിസിനസ്സുകൾക്കുള്ള ഒരു പ്രശ്നം ഇപ്പം സ്റ്റാർട്ട് ചെയ്യും, 5 വർഷം കഴിഞ്ഞ് കാര്യങ്ങൾ മാറുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അന്തിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ, ഫ്യൂച്ചർ പ്ലാൻ? ഞങ്ങളുടെ ഇപ്പോൾ പ്രൊഡക്ട്സ് സർവീസ് അപ്പാർട്ട് ഫ്രം സർവീസ് ഞങ്ങളുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ഞങ്ങൾക്ക് വി ഹാവ് ആൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കോൾഡ് ബിസ്പോൾ ബുക്സ്. അത് ഇപ്പോൾ AI എംപവേർഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ബുക്സ്. കാരണം ഒരു അഗെയിൻ വി ആർ കമ്മിങ് ടു അവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ലൈക്ക് സ്മോൾ ബിസിനസ് ഓണർ SME ഓണേഴ്സ്. അവർക്ക് ഒരുപാട് എമൗണ്ട് അക്കൗണ്ടിങ് ടീമിലും ഇതിലൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് എത്രത്തോളം എളുപ്പമാക്കാം AI കൂടി യൂസ് ചെയ്തുകൊണ്ട് അവർക്കൊരു അക്കൗണ്ടൻ്റെ ഹെൽപ്പില്ലാണ്ടോ അല്ലെങ്കിൽ ഒരു റിമോട്ട് അക്കൗണ്ടൻ്റെ ഹെൽപ്പോട് കൂടിയോ എങ്ങനെ അക്കൗണ്ടിങ് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പഠനത്തിലാണുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ബിസ്പോൾ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ട്. കൂടാതെ ഞങ്ങളൊരു സെക്കൻഡ് പ്രൊഡക്റ്റ് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിസ്പോൾ കൺസൾട്ട് എന്നാണ് ആ പ്രൊഡക്റ്റിൻ്റെ പേര്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിഷൻ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്തു പോകുന്ന ആൾക്കാർ വേണം. ആൻഡ് സെയിം പേഴ്സൺ കാൺ ബി എ ഗൈഡ് ഫോർ എവറിത്തിങ്. ഇപ്പോൾ മാർക്കറ്റിങ്ങിലും ടെക്നോളജിയിലും അക്കൗണ്ടിങ്ങിലും എല്ലാത്തിലും ഒരു ഗൈഡും ഒരു മെൻറ്ററും മതിയാവില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ബിസ്പോൾ കൺസൾട്ട് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ബിക്കമിങ് ആൻ ഇൻ്റർമീഡിയറി വേർ എ ബിസിനസ് ഓണർ ക്യാൻ കണക്ട് വിത്ത് എ വെരിഫൈഡ് ഡൊമൈൻ എക്സ്പേർട്സ് ഓവർ ഓൺലൈൻ. ഇപ്പോൾ ഒരു 1 hour അല്ലെങ്കിൽ 30 minute സെഷനിലൂടെ ദേ ക്യാൻ മീറ്റ്, ദേ ക്യാൻ വാലിഡേറ്റ് ദ കൺസൾട്ടൻസ്. ഈ പറഞ്ഞ കൺസൾട്ടൻറ്റ് ഞാൻ എൻ്റെ ബിസിനസ്സിന് ആപ്റ്റാണോ, എൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് മാച്ച് ആവുന്ന ആളാണോ എങ്കിൽ മാത്രം ദേ ക്യാൻ ടേക്ക് എ ലോങ് ടേം എഗ്രിമെൻറ്റ് വിത്ത് സംതിങ്. സോ നമ്മൾ ഡൊമൈൻ എക്സ്പേർട്സിനെയും വെരിഫൈഡ് ആയിട്ടുള്ള ഡൊമൈൻ എക്സ്പേർട്സിനെയും അതേപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ബിസ്പോൾ കൺസൾട്ട് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫേം ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലോങ് ടേം വിഷൻ. ഇപ്പോൾ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ ഇന്ത്യൻ സിനാരിയോ. അപ്പോൾ ഇന്ത്യൻ സിനാരിയോ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ
ഓൾമോസ്റ്റ് മൊത്തം ഓരോ മാസം മൊത്തം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളുടെ നിയർലി 20% ബിസ്പോളിലൂടെയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ആസ് ഫാർ എസ് മാർക്കറ്റ് ഈസ് കൺസേൺ ഹ്യൂജ് നമ്പറാണ്. അപ്പോൾ അതുപോലെ തന്നെ അക്രോസ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നിയർലി 3% ഓഫ് ടോട്ടൽ കമ്പനി രജിസ്ട്രേഷൻസ് ഇപ്പോൾ ബിസ്പോളിലൂടെ ചെയ്യുന്നുണ്ട്. നാളെ ഈ സംഭവത്തെ എനിക്ക് ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫോം ആക്കിയിട്ട് മാറ്റണം. എനി ഗ്ലോബൽ ഫൗണ്ടേഴ്സ്, ഇഫ് സംബഡി വാണ്ട്സ് ടു രജിസ്റ്റർ എ കമ്പനി ഇൻ US, they should be able to get it done through our platform. തിരിച്ച് US-ലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ സിംഗപ്പൂരിലുള്ള ഒരാൾക്കോ ഇന്ത്യയിലൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിലും അവർ പ്ലാറ്റ്ഫോം ഷുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് ദം. സോ ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫേം ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിലോട്ട് മാക്സിമം ടെക്നോളജി കൊണ്ടുവരും. ഏറ്റവും കുറവ് ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോഴും നടന്നിട്ടുള്ള മേഖലയാണ് SME സെഗ്മെൻറ്റിലുള്ള ബിസിനസ് സെറ്റപ്പ് ആയാലും ബാക്കിയുള്ള. ഇപ്പോൾ KPMG അല്ലെങ്കിൽ ഡിലോയിറ്റ് ലെവലിലൊക്കെ എല്ലാ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ നടന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ ഫോർ അവർ SME സെഗ്മെൻറ്റ് അല്ലേ, പറ്റത്തില്ല, ഒരു രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ SME സെഗ്മെൻറ്റിലോട്ടും സ്മോൾ ബിസിനസ് ഓണേഴ്സിലോട്ടും ഈ ഒരു ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എനേബിൾ ചെയ്തുകൊണ്ട് ഒരു ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് ഫേം ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു ബൈ 2030 ആ ഒരു റേഞ്ചിലോട്ട് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ 2030 തന്നെ ആ ഒരു വിഷൻ സാധ്യമാകട്ടെ. നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ ഒരു കുഞ്ഞു ബിസിനസ് ആയിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് $1 ട്രില്യൺ ആസ്തിയുള്ള ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനായി, $1,00,000 കോടി ആസ്തിയുള്ള വ്യക്തി. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ടെക്സസിലുള്ള ഒരു 400 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിലാണ് അദ്ദേഹം കഴിയുന്നത്. 2 പന അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ട്, ഒരു ചെറിയ ഫ്ലാറ്റ്. അവിടെ വരുമ്പോൾ മസ്കിൻ്റെ അമ്മ പറയുകയാണ്, ഫ്രിഡ്ജിൽ ഒന്നുമില്ല കഴിക്കാൻ, ഒരൊറ്റ ടവലേ ഉള്ളൂ, അത് ഞാൻ വന്നപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് വേണമല്ലോ എന്ന് വെച്ച് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ ആ കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടി മാത്രം ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ബിസിനസ് ഒരു ചെറിയ ബിസിനസ് ആയിരിക്കും, പക്ഷേ നാളെ നിങ്ങൾ വലിയൊരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആകും. നിങ്ങളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും എനിക്ക് ഏറെ അഭിമാനമുണ്ട്, ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് എല്ലാ ബിസിനസ്സുകാരോടും. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളാണ്, നിരവധി പേർക്ക് ജോലി കൊടുക്കുന്നത് നിങ്ങളാണ്, ഒരുപാട് ജീവിതങ്ങളിൽ പ്രകാശം ചൊരിയുന്നത് നിങ്ങളാണ്. ഒപ്പം തന്നെ ബിസിനസ് ഇൻസൈറ്റ് മാഗസിനും വലിയൊരു അപ്രീസിയേഷൻ. നമുക്ക് ഒരു ആവശ്യവും ഇല്ലാത്ത കോണ്ടന്റുകളിൽ നിന്ന് മാറി നിന്ന് ഇതേപോലെ സംരംഭകരെ കൂട്ടിയിണക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യുന്നതിന് ബിസിനസ് ഇൻസൈറ്റ് മാഗസിനും എല്ലാവിധ ആശംസകളും. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ ശ്രീനിവാസ് ആൻഡ് അഖിൽ. All the best to all businessmen here and business women here. Thank you so much. Thank you, Christina. Thank you, Business Insight Magazine, for this opportunity. Thank you, Prajot Bhai. And thank you all for this opportunity here. Thank you.